ഈ ലോകത്ത് സ്വേച്ഛാധിപതികളായിട്ടുള്ള മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളുടെ ഒക്കെ ജീവിതം പഠിച്ച ആളുകൾ പറയുന്നുണ്ട്, ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള, ജനസൈഡ് നടത്തിയിട്ടുള്ള, വംശഹത്യ നടത്തിയിട്ടുള്ള ഓരോ ജനസൈഡിനെയും പഠിച്ചിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യന്മാരെ കൂട്ടമായി കൊല ചെയ്യുന്നതിന് മുമ്പ് ഓരോ സമൂഹത്തിലും ഒരു കാര്യം നടന്നിരുന്നു, എല്ലാ സമൂഹത്തിലും ഒരു കാര്യം നടന്നിരുന്നു. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ ഡീഹ്യൂമനൈസേഷൻ എന്നുള്ളതാണ്. അമാനുഷവൽക്കരണം. മനുഷ്യന്മാരല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് ലോകത്തെവിടെയൊക്കെ വംശഹത്യ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റുവാണ്ട പോലെയുള്ള, കംബോഡിയ പോലെയുള്ള, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ വംശഹത്യ നടന്നിട്ടുണ്ട്. ഒരു സമൂഹത്തെ, ന്യൂനപക്ഷത്തെ മൊത്തം കൊന്ന, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ആ രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികളൊക്കെ ആദ്യം ചെയ്തത് ഇവർ കീടങ്ങളാണ് എന്ന് പറയുകയാണ്. കീടങ്ങൾ എന്നുള്ള, ഉറുമ്പുകൾ എന്ന് പറയുന്ന, എലികൾ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വംശഹത്യക്ക് മുമ്പും അവിടുത്തെ സ്വേച്ഛാധിപതികൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് വംശഹത്യകളെ പറ്റി പഠിച്ച ചരിത്രകാരന്മാരും സാമൂഹിക ശാസ്ത്രന്മാരും ഒരുമിച്ച് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ശിക്ഷ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരെ യഥാർത്ഥത്തിൽ കീടങ്ങളാക്കി മാറ്റുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പൊ കോക്രോച്ച് എന്നൊക്കെ പറയുന്ന സംസാരവും ഭാഷയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വംശഹത്യക്ക് മുമ്പുള്ള അടയാളമായി കൊണ്ട് പല ചരിത്രകാരന്മാരും പറയുന്ന കാര്യമാണ്.